ഗുണ്ടട്ടിൻ്റെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടാതെ പോയ നിരവധി കൃതികളുണ്ട്. പഴഞ്ചൊൽമാല, നളചരിത സാരശോധന തുടങ്ങിയ പല പുസ്തകങ്ങളും ഒട്ടും തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോയ കൃതികളാണ്. അത് ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതൊക്കെ മതദൂഷണ ഗ്രന്ഥങ്ങളാണ് എന്ന് ഒരു ചാപ്പ കുത്തപ്പെട്ടതുകൊണ്ടാണ്. മതദൂഷണം എന്നതിൽ എന്താണ് മതം എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. മതത്തെ വിമർശിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ദൂഷണമായി തീരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ വളരെ സങ്കീർണമാണ് ആ വാക്ക് തന്നെ. പക്ഷേ പൊതുവെ നമ്മുടെ സാഹിത്യ ചരിത്രം ഗുണ്ടട്ടിനെ പോലുള്ള ചിന്തകർ ഇന്ത്യൻ മിത്തോളജിയോടും ഇന്ത്യയിലുണ്ടായി വന്നിട്ടുള്ള പുരാണങ്ങളോടുമൊക്കെ വിമർശനാത്മകമായി തയ്യാറാക്കിയിട്ടുള്ള പഠനങ്ങളെയും അന്വേഷണങ്ങളെയും ഒക്കെ മതദൂഷണ ഗ്രന്ഥങ്ങൾ എന്ന ഒരു ബ്ലാക്ക് മാർക്കിൽ സൂക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ അതങ്ങനെയല്ല ചെയ്യേണ്ടത്. അവയെ ഒരാധുനികതയുടെ വെളിച്ചത്തിൽ എങ്ങനെയാണ് പുനർവായിക്കേണ്ടത് എന്ന ആലോചന വാസ്തവത്തിൽ നിർവഹിക്കപ്പെടേണ്ടതാണ്. പഴഞ്ചൊൽമാലയെക്കുറിച്ച് കുറച്ചു കാലം മുമ്പ് മലയാള സർവകലാശാലയിൽ നടന്ന ഒരു സെമിനാറിൽ ഞാനൊരു പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഈ നളചരിത സാരശോധന എന്ന ഈ പുസ്തകത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നത്. അരമണിക്കൂർ വൈകിയാണ് നമ്മൾ ഈ സെഷൻ തുടങ്ങുന്നത്. വാസ്തവത്തിൽ എൻ്റെ പ്രഭാഷണം തീരേണ്ട സമയമാണിത്, അപ്പോഴാണിത് തുടങ്ങുന്നത്. അതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പുസ്തകം വാസ്തവത്തിൽ നളചരിതത്തിൻ്റെ ഒരു വിമർശനമാണ്. ആ വിമർശനം അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത് ഒരു സംഭാഷണ രൂപത്തിലാണ്. ഗുരുവും നായരും തമ്മിലുള്ള ഒരു സംഭാഷണ രൂപത്തിലാണിത് എഴുതിയിട്ടുള്ളത്. വിഷയം നളചരിതമാണെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ മിത്തോളജികളെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായൊരു വിമർശനമാണ് ഗുണ്ടട്ട് നിർവഹിക്കുന്നത്. നളൻ്റെ കഥയിൽ നിന്ന് ഒരാധുനിക സമൂഹത്തിന് എന്താണ് സ്വീകരിക്കാനുള്ളത് എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഗുണ്ടട്ട് ഉന്നയിക്കുന്നത്. 1867 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഈ പുസ്തകത്തിൽ ഗുണ്ടട്ട് ഉന്നയിക്കുന്ന വിമർശനം പിൽക്കാലത്ത് ഏറ്റവും ശക്തമായി ഉന്നയിച്ച ഒരാൾ ഡോക്ടർ BR അംബേദ്കറാണ്. അദ്ദേഹത്തിൻ്റെ ദ റിഡിൽ ഓഫ് രാമ ആൻഡ് കൃഷ്ണ എന്ന വളരെ പ്രസിദ്ധമായ പ്രഭാഷണം മരണാനന്തരം 1980കളിലാണ് വാസ്തവത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അത് പ്രസിദ്ധീകരിച്ചപ്പോൾ വലിയ പുകിലാണ് ഇന്ത്യയിലുടനീളം ഉണ്ടായത്. എന്നാൽ അംബേദ്കർ ആ വിമർശനം ഉന്നയിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ നൂറ്റാണ്ടിന് മുമ്പ്, ഈ ഗുണ്ടട്ട് വാസ്തവത്തിൽ ഈ അർത്ഥത്തിലുള്ളൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇന്ത്യയിലെ പ്രതിരോധ ചിന്തയുടെ ഒരു വംശാവലിയിലാണ് ഗുണ്ടട്ടിനെ അടയാളപ്പെടുത്തേണ്ടത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ വളരെ പ്രബലമായി നിൽക്കുന്ന ഈ വൈദികവും ബ്രാഹ്മണിക്കലുമായിട്ടുള്ള ചിന്താപദ്ധതിയോട് ഏറ്റുമുട്ടിയ ബുദ്ധൻ തുടങ്ങി ഒരുപക്ഷെ പെരിയാർ വരെ നീണ്ടു നിൽക്കുന്ന ദീർഘമായ ഒരു പ്രതിപാരമ്പര്യത്തിലെ ഒരു ശക്തനായ കണ്ണിയാണ് ഗുണ്ടട്ട്. അദ്ദേഹം ഒരു ക്രിസ്തുമത വിശ്വാസിയും ക്രിസ്തുമത പ്രചാരകനുമാണ് എന്നതുകൊണ്ട് അദ്ദേഹം ഉന്നയിക്കുന്ന മൗലികമായ വിമർശനത്തെ നിഷേധിക്കാൻ ഒരാധുനിക പൗരനോ പൗരിക്കോ സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട്
ഈ നളചരിത സാരശോധനയിൽ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറയുന്നുണ്ട്, ഈ നായർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ പുസ്തകം വായിക്കുന്നത് എന്നാണ് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ പുസ്തകം വായിക്കുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ വായിക്കാൻ നിങ്ങളുടെ മതം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, വിരോധം ഏതുമില്ല, സകലത്തെയും ശോധന ചെയ്വിൻ, നല്ലതിനെ മുറുകെ പിടിപ്പിൻ എന്ന ഒരു ന്യായം ഞങ്ങൾക്കുണ്ട്. പുസ്തകങ്ങളിൽ സാരം അധികം കാണുക കൊണ്ട് അധികം വായിക്കുന്നുണ്ട്. സമയമുള്ളപ്പോൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലും സാരമായുള്ളതിനെ എടുത്ത് പിടിപ്പാൻ മനസ്സുണ്ട് എന്ന് അദ്ദേഹം എങ്ങനെയാണ് ഈ മുൻവിധികളില്ലാതെ നേരത്തെ പറഞ്ഞ നന്മയെ, ധാർമ്മികതയെ അതെവിടെ കണ്ടാലും സ്വാംശീകരിക്കാൻ കഴിയുന്ന ഒരു മതസങ്കല്പമാണ് ക്രിസ്തുമതം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ ഓപ്പൺനെസ് എന്ന് പറയുന്നത് ഏത് സംസ്കാരത്തോടും ഏത് ചിന്തയോടും തുറന്ന സമീപനം ഉണ്ടായിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാശയം തുടക്കത്തിൽ തന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഈ കൃതിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ കൃതി എങ്ങനെയുണ്ട് എന്ന് നായർ ചോദിക്കുമ്പോൾ ഗുണ്ടട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഗുരു പറയുന്നത്, വാക്കുകളുടെ വിശേഷത്വം തന്നെ, അതിനെ ഭാഷയിലാക്കിയവൻ സമർത്ഥൻ എന്നേ വേണ്ടൂ, വാചകവും വൃത്തവും എത്രയും വെടിപ്പായി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ പുസ്തകം ഭാഷാപരമായി സാഹിതീയമായി വളരെ വളരെ ഉയർന്ന ഒരു പുസ്തകമാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് അതിനെ നിങ്ങളെപ്പോലുള്ളവർ ഒരു ശാസ്ത്രമായി പരിഗണിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഗുണ്ടട്ടിന് വിമർശനം. എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറിനെ നിങ്ങൾ ഫിലോസഫി ആയിട്ട് മനസ്സിലാക്കുന്നു, ദൈവശാസ്ത്രമായി മനസ്സിലാക്കുന്നു. അത് ഒരാധുനിക സമൂഹത്തിന് ചേർന്നതല്ല. ഇവിടെ നമ്മൾ കഴിഞ്ഞ സെഷനിലെല്ലാം നമ്മൾ ആവർത്തിച്ച് കേട്ടൊരു വാക്കാണ് ആധുനികത എന്ന് പറയുന്നത്. ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഒന്നാമത് പറഞ്ഞ ഈ ഓപ്പൺനെസ് എന്ന് പറയുന്നത്, തുറന്ന സമീപനം എന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, അത് നിരവധിയായ ജനുസ്സുകളെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ചിന്തയുടെ പ്രരൂപത്തെയാണ് നമ്മൾ ജനുസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ശാസ്ത്രമല്ല, ചിലത് കാവ്യങ്ങളാണ്. കാവ്യവും ശാസ്ത്രവും വേറെയാണ്. സാഹിത്യത്തെ നിങ്ങൾ ഫിലോസഫി പോലെ പരിഗണിക്കാൻ പാടില്ല. കാരണം ഫിലോസഫിക്കലായിട്ട് നോക്കിയാൽ ഈ പുസ്തകം സ്വീകാര്യമല്ല. എന്നാൽ ഇതിൻ്റെ ഭാഷയും വൃത്തവും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ വളരെ നന്നായിരിക്കുന്നു എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു. അങ്ങനെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ലിറ്ററേച്ചറിനെ ഫിലോസഫിയിൽ നിന്ന് ബൈഫർക്കേറ്റ് ചെയ്തിട്ടാണ്, അതിനെ വേർതിരിച്ചിട്ടാണ് വാസ്തവത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പിന്നീട് അദ്ദേഹം ഇതിനകത്ത് നളൻ്റെ കഥ ഏതാണ്ട് ചുരുക്കി പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇതിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നായർ ചോദിക്കുകയാണ്, കഥ കേട്ട് കഴിഞ്ഞപ്പോൾ, നല്ല കഥയല്ലോ, ദൂഷ്യമേതുമില്ല. ഉടനെ അദ്ദേഹം പറയാണ്, അസഭ്യമായതൊന്നും ഇതിൽ കാണുന്നില്ല. കൃഷ്ണചരിതം മുതലായ ഗ്രന്ഥങ്ങളെ വായിച്ചാൽ ഓരോരോ നാണക്കേട് തോന്നും. ആ വക ബാല്യക്കാരുടെ മനസ്സിനെ കെടുപ്പാൻ മതിയാകയാൽ ഇതിൽ കാണാത്തത് കൊണ്ട് പ്രസാദം തന്നെ വേണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പകർത്താനുള്ളത് എന്ന് ചോദിച്ചത് അംബേദ്കറാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ റിഡിൽ ഓഫ് രാമ ആൻഡ് കൃഷ്ണ എന്നുള്ള പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് ധാർമ്മികതയാണ് രാമൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നിർവഹിച്ചിട്ടുള്ളത് എന്ന ചോദ്യം അംബേദ്കർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കൃഷ്ണൻ്റെയൊക്കെ കഥ കേൾക്കുന്നത് പോലെയല്ല, നളൻ്റെ കഥയിൽ കുറെ കൂടി സഭ്യതയുണ്ട് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നായർ പറയാണ്, എത്രയും ദിവ്യമായ കഥ. ഉടനെ അതിനെ ഗുണ്ടർട്ട് തിരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം ദിവ്യമായ കഥയും
നല്ല കഥയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദിവ്യമായ കഥ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അത് മനുഷ്യനെ ധാർമ്മികമായി നയിക്കുന്ന തത്വചിന്താപരമായ ഒന്നാണ് ദിവ്യമായ കഥ. നല്ല കഥ എന്ന് പറയുന്നത് അതിൻ്റെ ലിറ്റററി വാല്യൂ ആണ്. അപ്പോൾ ഈ ലിറ്ററേച്ചറും ഈ പറഞ്ഞ ഫിലോസഫിയും തമ്മിലുള്ള ഒരു വേർതിരിവിനെ അദ്ദേഹം കൂടെ കൂടെ ഈ ടെക്സ്റ്റിനകത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസൊക്കെ ഇവിടെ സാറിന് സൂചിപ്പിച്ചു, എങ്ങനെയാണ് ഈ അച്ചടി കടന്നു വരുന്നു, പത്രങ്ങൾ ഉണ്ടാവുന്നു, പുസ്തകങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു സാങ്കേതിക വിദ്യയുടെ പ്രശ്നം മാത്രമല്ല. ഇതിനെക്കുറിച്ച് ജാക്ക് റാൻസിയർ എന്ന് പറയുന്ന ചിന്തകൻ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇതിനെ വിളിക്കുന്നത് പ്ലാനാരിറ്റി എന്നാണ്. പ്ലെയിനായിത്തീരുകയാണ് നമ്മുടെ കാഴ്ച, നമ്മുടെ ചിന്തയുടെ രൂപമൊക്കെ ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പ്രതലമാണ്. പ്രതല രൂപത്തിൽ നമ്മുടെ ചിന്ത രൂപപ്പെട്ടു വരുന്ന ഒരു കാലമാണ് ആധുനികത എന്ന് പറയുന്നത്. അതായത് അതുവരെ നമുക്ക് ഈ ശ്രേണീകൃതമായ രൂപങ്ങളാണുള്ളത്. അപ്പോൾ ഈ ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥ, അതുപോലെ അധികാര വ്യവസ്ഥ, അത്തരം വ്യവസ്ഥകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ സ്വഭാവം ഡെപ്താണ്. അതിൽ നിന്ന് മാറിയിട്ട് അതിന് പ്ലെയിനിലേക്ക് വരാൻ സാധിക്കുന്നു എന്നതാണ് എസ്തറ്റിക് റെജീമിലേക്ക് പ്രവേശിക്കുന്ന ആധുനിക സമൂഹത്തിൻ്റെ സവിശേഷത എന്ന് ജാക്ക് റാൻസിയർ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്ലെയിനിലേക്ക് വരിക എന്ന് പറയുമ്പോൾ, ഈ പ്രതലത്തിലേക്ക് വരിക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ജനാധിപത്യ സ്വഭാവമാണ്. ഇതാണ് പ്ലാനാരിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിലെ ഫ്രീ ആയിട്ടുള്ള മൊബിലിറ്റിയാണ്. അതുപോലെ അതിൻ്റെ ഈ പറഞ്ഞ സംവാദാത്മകതയാണ്. അതിലേക്കുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രവേശനമാണ്. ഇതൊക്കെ ഈ പത്രം ഉണ്ടാക്കിയതാണ്. നേരത്തെ പറഞ്ഞല്ലോ, പത്രം എന്ന് പറഞ്ഞാൽ പത്രം വാസ്തവത്തിൽ ഒരു പബ്ലിക് സ്പിയറിന് ഉണ്ടാക്കുന്നത് ഡയലോഗിലൂടെയാണ്, സംവാദങ്ങളിലൂടെയാണ്. ഈ പുസ്തകം ഒരു സംവാദ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. നായരും ഗുരുവും തമ്മിലാണ് സംവാദം. ആ സംവാദം എന്ന് പറയുന്നത് ആധുനികതയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, എനിക്ക് എൻ്റെ അഭിപ്രായം, അത് തമ്മിൽ നിരന്തരമായി നടക്കേണ്ട സംവാദാത്മകമായ ഒരു പൊതുമണ്ഡലത്തിലൂടെ മാത്രമേ കേരളീയ സമൂഹത്തെ നവീകരിക്കാൻ കഴിയൂ എന്ന് ചിന്തിച്ച ഒരാളാണ് ഗുണ്ടർട്ട് എന്ന് വാസ്തവത്തിൽ ഈ പുസ്തകം നമ്മളോട് പറയും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ശ്രേണീകൃതമായ ഒരു സമൂഹത്തെ പ്രതലത്തിലേക്ക് കൊണ്ടുവരാനാണ് വാസ്തവത്തിൽ പത്രം ശ്രമിച്ചത്. അങ്ങനെയാണ് ദേവീദേവന്മാർ, ക്ഷേത്രങ്ങളിൽ മറ്റും ഇരുന്ന ദേവീദേവന്മാർ രവിവർമ്മയുടെ ചിത്രങ്ങളിലൂടെ ശിവകാശിയിൽ പ്രിന്റ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അതൊക്കെ നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തുകയും നമ്മുടെ കലണ്ടറിലേക്കൊക്കെ എത്തുകയും ചെയ്തതോടെ ദേവീദേവന്മാർ നമ്മുടെ അടുത്തേക്ക് വന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്ലാനാരിറ്റി എന്ന് പറഞ്ഞാൽ. അച്ചടി, ഈ പറഞ്ഞ പ്രിന്റിംഗ് ടെക്നോളജിയാണ് വാസ്തവത്തിൽ ഈ ശ്രേണികളെ പലതിനെയും തകർത്ത് മനുഷ്യരെ പ്രതലങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കിയ ഒരാളാണ് ഗുണ്ടർട്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹം ഈ ആദ്യത്തെ പത്രം ആരംഭിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് കൂടുതൽ ആഴത്തിലാണ് നമ്മൾ ഈ മിഷണറി പ്രവർത്തനത്തെയൊക്കെ മനസ്സിലാക്കുക. അതൊരു മതപരിവർത്തനം തുടങ്ങിയിട്ടുള്ള ചില പഴയ ജാർഗൻസിനകത്ത് നിന്ന് വാസ്തവത്തിൽ മോഡേണിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് മിഷണറി പ്രവർത്തനത്തെയും അവരുടെ സംഭാവനകളെയും കാണേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ അതിൻ്റെ പ്രചോദനം മതമായിരിക്കാം, പക്ഷേ അതിൻ്റെ പ്രവൃത്തി മണ്ഡലം എങ്ങനെയാണ് മനുഷ്യരെ മാറ്റിത്തീർത്തത് എന്നത് കേരളം പോലെ ഇന്ത്യ പോലെ ഒരു സമൂഹത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മനുഷ്യനെ നവീകരിക്കുന്ന ആധുനിക സമൂഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിൽ നിരവധി സംഭാവനകളുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് മിഷണറി പ്രവർത്തനം എന്ന് ഈ ആധുനികതയുടെ സങ്കേതങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോഴേ നമുക്കത് വിശദീകരിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഇഗാലിറ്റേറിയൻ മോഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പുതിയൊരു ലോകം പിറക്കാൻ പോവുകയാണ്. 1867 നേരത്തെ പറഞ്ഞല്ലോ, 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യകാലമാണ്. വലിയ ചലനങ്ങൾ ലോകത്തുടനീളം നടക്കുന്നു. നമ്മുടെ സമൂഹത്തിലും ചലനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചലനാത്മകമായ ഒരു സമൂഹത്തെയാണ് നേരത്തെ ഹെഗലിൻ്റെ ശിഷ്യൻ്റെ ശിഷ്യനാണ് അദ്ദേഹം എന്ന് പറഞ്ഞല്ലോ ഇവിടെ. ഈ ഡയലക്റ്റിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് ചലനത്തെ പഠിക്കുന്നു എന്നുള്ളതാണ്.
ആണ്. അപ്പോൾ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരളീയ സമൂഹത്തെ മനസ്സിലാക്കാനും അതിനെ പരിവർത്തിപ്പിക്കാനുള്ള പുതുവഴികൾ തേടാനുമാണ് ഗുണ്ടർട്ട് ശ്രമിച്ചത്. ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഈ ഇവിടെ ഉണ്ടായിരുന്ന പുരാണങ്ങളെയും ഇവിടെ ഉണ്ടായിരുന്ന ഇത്തരം സങ്കല്പങ്ങളെയുമൊക്കെ ഒരു റീവിസിറ്റ് നടത്താൻ, അതിലേക്കൊക്കെ ഒന്ന് പുനഃസന്ദർശനം നടത്താൻ വാസ്തവത്തിൽ അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പുതുകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ കാലത്തെ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ സെൻസിബിലിറ്റി മാറുന്ന ഒരു കാലമാണ് പുതുകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻസിബിൾ എന്ന് പറഞ്ഞാൽ അത് സെൻസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് എന്ന് വരുന്നതാണെന്ന് നമുക്കറിയാം. അത് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ കാണുക, കേൾക്കുക, തൊടുക, രുചിക്കുക, മണക്കുക തുടങ്ങിയ 5 വ്യാപാരങ്ങളാണ് സെൻസിബിലിറ്റിയുടെ ആധാരം. അപ്പോൾ കേരളം പോലൊരു സമൂഹത്തിനകത്ത് നിങ്ങൾക്ക് പലരെയും തൊടാൻ പറ്റുമായിരുന്നില്ല. കേരളം പോലുള്ളൊരു സമൂഹത്തിൽ നിങ്ങൾക്ക് പലരെയും കാണാൻ പറ്റുമായിരുന്നില്ല. നിങ്ങൾക്ക് പലരുടെയും കൂടെ ഇരുന്ന് രുചി അനുഭവിക്കാൻ, പലതിൻ്റെയും രുചി അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നില്ല. അങ്ങനെ നിങ്ങളുടെ ബോഡി വളരെ സെക്ലൂഡഡായി നിന്നിരുന്ന ഒരു കാലം. ആ സെക്ലൂഡഡായി നിന്നിരുന്ന നിങ്ങളുടെ ബോഡിയെ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ സെൻസിബിലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പുതിയ ചിലത് കാണുക, പുതിയത് ചിലത് കേൾക്കുക, പുതിയത് ചിലത് രുചിക്കുക, അങ്ങനെയുള്ളൊരു പുതുകാലം പിറക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇന്ദ്രിയാനുഭവങ്ങൾ മാറുന്നു എന്നാണ്. ആ ഇന്ദ്രിയാനുഭവങ്ങൾ മാറുന്ന ഇന്ദ്രിയാനുഭവങ്ങളെ ബോധമാക്കി മാറ്റുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വാസ്തവത്തിൽ ലിറ്ററേച്ചറും ഈ പറഞ്ഞ അച്ചടിച്ച രൂപങ്ങളും ഒക്കെയാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ഈ ഇവിടെ നിലനിന്നിരുന്ന സാഹിത്യം എന്നൊക്കെ വിശേഷിപ്പിച്ച സാഹിത്യത്തെ തന്നെ ശാസ്ത്രമായിട്ട് കാണുകയും ആ ശാസ്ത്രം തന്നെ വിശ്വാസമായിട്ട് നടക്കുകയും അതിനെ തന്നെ അധികാര രൂപങ്ങളാക്കി കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തിരുന്ന നേരത്തെ പറഞ്ഞ ആ ഒരു ശ്രേണീകൃതമായ സമൂഹത്തിൽ നിന്ന് മാറി ഒരു പുതിയ സെൻസിബിലിറ്റി രൂപപ്പെട്ടു വരുമ്പോൾ ആ സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് ഭാഷയെ, അതിൻ്റെ സങ്കേതങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്ന എന്നതും വാസ്തവത്തിൽ ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സെൻസിബിൾ എന്ന് ഈ ഴാക്ക് റാൻസിയർ പറയുന്നത്. പുതിയൊരു ഭാവുകത്വ ശീലം നമ്മൾ രൂപപ്പെട്ടു വരുമ്പോൾ അതിനെ സ്വാംശീകരിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ഭാഷയെ, അതിൻ്റെ സങ്കേതങ്ങളെ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പുതിയ ഈ ഇന്ദ്രിയാത്മകതയുടെ ഒരു പുതിയ വിതരണത്തെ സാധ്യമാക്കുന്നതിൽ പ്രധാനമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്കും സംസാരിക്കാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ മതപരിവർത്തനത്തിലൂടെ നമുക്കറിയാലോ, ഈ ഘാതകവധത്തിലും സരസ്വതി വിജയത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് എന്താണ്? അതിലൊക്കെ കാണുന്നത് പഠിക്കാൻ പറ്റാത്ത ആളുകൾ പഠിക്കുന്നു, അതുപോലെ വഴി നടക്കാൻ കഴിയാത്ത ആളുകൾ വഴി നടക്കുന്നു. ഞങ്ങൾക്ക് ആത്മാവുണ്ടേ, ഞങ്ങൾ മനുഷ്യരാണേ എന്ന് മലയാളത്തിൽ ആദ്യത്തെ ഒരു പ്രഖ്യാപനം വരുന്നത് ഘാതകവധത്തിലാണ്. ഘാതകവധത്തിലെ പൗലോസ് എന്ന് പറയുന്ന ആ അടിമ, 70 വയസ്സിനടുത്തുള്ള അടിമയ്ക്ക് ഉടമയിൽ നിന്ന് അടി കിട്ടുമ്പോൾ അയാൾ പറയാണ്, എന്തിനാണ് അടി കിട്ടുന്നത്? ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ യജമാനൻ സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് ഈ അടി കൊള്ളുന്നത്. ആ അടി കൊള്ളുമ്പോൾ അയാൾ പറയുന്നത്, അയ്യോ യജമാനരെ അടിക്കരുതേ, ഞങ്ങൾക്ക് ആത്മാവുണ്ടേ, ഞങ്ങൾ മനുഷ്യരാണേ എന്നതാണ്. ആ സെൽഫ് റെക്കഗ്നിഷൻ, ആത്മാവ് എന്നുള്ളതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് സെൽഫ് എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് ആത്മം. ആ ആത്മമാണ് പിന്നീട് ശ്രീനാരായണ ഗുരു അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന ആ ആത്മമാണ് ഈ ഘാതകവധത്തിനകത്ത് നമ്മൾ കേട്ട ആ ശബ്ദം, ആ പൗലോസിലൂടെ പുറത്തു വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുതിയ ശബ്ദം നമ്മൾ അടിമകൾ ശബ്ദിക്കുകയാണ്. ആ ശബ്ദം കേൾക്കുന്നു മലയാളി. ഏതിലൂടെ? അച്ചടിയിലൂടെ. അതാണ്. അങ്ങനെ കേൾക്കാത്തത് കേൾക്കുകയും കാണാത്തത് കാണുകയും രുചിക്കാത്തത് രുചിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ഒരു പുതിയ സമൂഹം ഉണ്ടായി വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ നിലയ്ക്ക് നോക്കിയാൽ ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ്, അത് ഈ നായർ ചോദിക്കുകയാണ്, ഈശ്വരൻ സർവശക്തനാണല്ലോ, സർവശക്തനായിട്ടുള്ള ഈശ്വരന് നമ്മളെന്തിനാണ് ഇങ്ങനെ പാപികളായി ജനിപ്പിച്ചത്? എന്തിനാണ് നമ്മൾ ഈശ്വരൻ വിചാരിച്ചാൽ നമ്മുടെ പാപമൊക്കെ ഇല്ലാണ്ടാവില്ലേ?
പിന്നിപ്പോ നമ്മളിങ്ങനെ പാപികളായി ജനിപ്പിച്ചിങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട എന്ത് കാര്യമാണ് ഈശ്വരനുള്ളത് എന്ന ചോദ്യം ഈ ഗുരുവിനോട് നായർ ചോദിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം ഏതൊരു പാപം ഇല്ലാണ്ടേക്കാൻ പറ്റുന്ന ആളാണല്ലോ സർവശക്തനായിട്ടുള്ള ദൈവം. ആ ദൈവം എന്തിനാണ് പിന്നെ ഈ മനുഷ്യരെ കൊണ്ട് ഈ പാപമൊക്കെ ചെയ്യിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടിയാണ്. അയ്യോ, ദൈവത്തിന് പാപം വേണ്ട, എങ്കിലും അത് മാറ്റുവാൻ ദൈവത്തിനും കൂടി വിഷമമാകുന്നു. മറ്റൊരു വസ്തുവിനെ മാറ്റുവാനും നീക്കുവാനും ദൈവത്തിന് പ്രയാസമില്ല. മനുഷ്യരുടെ ഹൃദയത്തെ മാറ്റുന്നത് എത്രയും പ്രയാസകാര്യം തന്നെ. നാം ദൈവത്തിൻ്റെ കയ്യിലെ യന്ത്രപ്പാവകൾ എന്ന് വിചാരിക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. നാം ദൈവത്തിൻ്റെ കയ്യിലെ യന്ത്രപ്പാവകളാണെന്ന് വിചാരിക്കരുത് എന്ന് ഈ ഗുരു നായരോട് പറയാം. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഹ്യൂമൻ ഏജൻസിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ബുദ്ധിയുണ്ട്. ഈ ബുദ്ധിയുള്ള മനുഷ്യൻ ശരിയായ വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അയാളുടെ ഏജൻസിയെ ദൈവം നിഷേധിച്ചിട്ടില്ല. നിങ്ങൾക്കും ദൈവം അനുശാസിക്കുന്നത് പോലെ, ദൈവത്തെ പോലെ, ദൈവം കരുണാമയനാണ്, ആ ദൈവത്തെ പോലെ നിങ്ങൾക്കും ആയിത്തീരാം. പക്ഷേ നിങ്ങൾ ശരിയായ വഴി തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുക്കാനുള്ള വഴി പറയാനാണ് ഈ ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. അതൊക്കെ അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. അത് വഴി പറഞ്ഞു തരാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ ആ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ശേഷി അത് മനുഷ്യനുണ്ട്. അതിനെയാണ് നാം ഈ ഏജൻസി എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മുടെ മലയാളത്തിലെ സാമൂഹ്യ ജീവിതത്തിലോ ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിലോ ഒരിക്കലും ഹ്യൂമൻ ഏജൻസിയെ അംഗീകരിച്ചിട്ടില്ല. നീ എൻ്റെ അടിമയാണ്, നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്നാണ് പൗലോസിൻ്റെ ഉടമയായ കഥാപാത്രം ഈ ഘാതകവധത്തിൽ പറയുന്നത്. കാരണം അയാൾ അടിമയാണ്. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഏജൻസി ഇല്ല. അതാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ മനുഷ്യനും അടിമയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അടിമയ്ക്ക് ഏജൻസി ഇല്ല, മനുഷ്യന് ഏജൻസി ഉണ്ട്. അപ്പം മനുഷ്യനാവണമെങ്കിൽ മനുഷ്യന് ഏജൻസി ഉണ്ടാവുക, നിർവാഹകത്വം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ നിർവാഹകത്വം എന്ന ആശയം ഈ പുസ്തകത്തിൻ്റെ ഹൃദയമാണെന്നാണ് ഞാൻ പറഞ്ഞ എൻ്റെ ചുരുക്കം. അതാ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഒരു കഥ വാസ്തവത്തിൽ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. ആ ഒരു മനുഷ്യൻ എന്നുള്ള കഥയിൽ ബഷീർ തന്നെയാണ് കഥാപാത്രമായിട്ട് വരുന്നത്. അയാൾ വളരെ ദരിദ്രനായിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിൽ ബോംബെയിലാണ് ജീവിക്കുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ പലതരം ജോലികൾ ചെയ്തിട്ടാണ് ബഷീർ വൈകുന്നേരം ആകുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു വകുപ്പുണ്ടാക്കുക. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം രാപ്പകൽ കഷ്ടപ്പെട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു 14 രൂപ അദ്ദേഹത്തിന് കിട്ടി. അത് പേഴ്സിൽ വെച്ച് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോവുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള കാശുണ്ട്, 14 രൂപ എന്ന് പറഞ്ഞാൽ. ആ പേഴ്സ് പോക്കറ്റിലിട്ടിട്ട് അദ്ദേഹം ഹോട്ടലിലേക്ക് കയറുന്നു. ബോംബെ നഗരമാണ്, പോക്കറ്റടിക്കാർ ധാരാളമുള്ള നാടാണ്. അതുകൊണ്ട് അദ്ദേഹം കയറുമ്പോഴും കൈ കഴുകുമ്പോഴും സീറ്റിലിരിക്കുമ്പോഴും വെയിറ്റർ വന്ന് ഓർഡർ എടുത്തപ്പോഴും ഒക്കെ പോക്കറ്റ് തപ്പി ഉറപ്പ് വരുത്തിയിട്ടുണ്ട് പേഴ്സ് അവിടെ ഇല്ലെന്ന്. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, ബില്ല് വന്നു, കൈ കഴുകി കൗണ്ടറിൽ ചെന്നപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി. അപ്പോൾ അദ്ദേഹത്തിന് ഭാഷ അറിഞ്ഞൂടാ. അപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ പേഴ്സിൽ പൈസ ഉണ്ടായിരുന്നു, പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചാന്നൊക്കെ ആംഗ്യം കൊണ്ടൊക്കെ പറയാൻ ശ്രമിച്ചു. ഇപ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ പറഞ്ഞു, തന്നെ പോലെ ധാരാളം കള്ളന്മാർ ഒരു ദിവസം ഇവിടെ വന്നു പോണതാണ്, അതുകൊണ്ട് ഒന്നുകിൽ ആ ബില്ലടയ്ക്കണം, അല്ലെങ്കിൽ ആ കുപ്പായ ഒരുയിട്ട് അടുക്കളയിലേക്ക് പോയിക്കോന്നു പറയും. അപ്പോൾ ബഷീർ ഈ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് നിസ്സഹായനായിട്ട് ഈ ഷർട്ടിൻ്റെ ബട്ടൺ ഇങ്ങനെ അഴിക്കുക. അപ്പം അദ്ദേഹം പറയാണ്, എൻ്റെ പടച്ച റബ്ബേ, ഈ ആരോരും തുണയില്ലാത്ത ഈ നഗരത്തിൽ അപമാനിതനായി കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് നഗ്നനായി അലയാൻ മാത്രം ഞാൻ എന്ത് പാപമാണ് ചെയ്തത് എൻ്റെ റബ്ബേ എന്ന് പറയാം. ഉടനെ ദീർഘകായനായിട്ടുള്ള ഒരാൾ, ജുബ്ബക്കെട്ടുള്ള ഒരാൾ കൗണ്ടറിൽ വന്നിട്ട് ഇയാൾക്ക് എത്ര കാശാ തരാനുള്ളത് വെച്ചാൽ പറയും എന്ന് പറയുകയും ആ പൈസ കൊടുക്കുകയും ചെയ്യാം. ഉടനെ ബഷീർ കരുതാണ്, ഞാൻ ദൈവത്തെ വിളിച്ച് കരഞ്ഞപ്പോഴേക്കും
ദൈവദൂതനെ പോലെ ഇതാ ഒരാൾ വന്നിരിക്കുന്നു, അത്ഭുതം എന്ന് പറയാണ്. പക്ഷെ അയാളതൊന്നും മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോയി. ഉടനെ ബഷീർ അയാളുടെ പിന്നാലെ ഓടുകയാണ്. സാർ, സാറിൻ്റെ പേരെന്താണ്? ഞാനിങ്ങനെ ഒരു ഗതികേട്ടിലാണെന്ന് സാർ എങ്ങനെ അറിഞ്ഞു? അയാൾ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. അയാളാണെങ്കിൽ വേഗത്തിൽ നടക്കുന്നതുകൊണ്ട് ബഷീറിന് ഓടേണ്ടി വന്നു. അവസാനം ഒരു പാലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ പേര് പറയാൻ തയ്യാറല്ലെങ്കിൽ അങ്ങയെ ഞാൻ ദയവ് എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കാം. ഉടനെ അയാൾ തിരിഞ്ഞു നിന്ന് തൻ്റെ ജുബ്ബയുടെ 2 പോക്കറ്റിലും കൈയിട്ട് കുറേ പേഴ്സ് പുറത്തേക്ക് എടുത്തിട്ട് ചോദിക്കും, ഇതിലേതാ തൻ്റെ പേഴ്സ് വെച്ചാൽ കൊണ്ടുപോടോ എന്ന്. വാസ്തവത്തിൽ ആ മനുഷ്യൻ, വാസ്തവത്തിൽ ദൈവദൂതനായി പ്രത്യക്ഷപ്പെട്ട ആ മനുഷ്യൻ തന്നെയായിരുന്നു കള്ളൻ. അപ്പം മനുഷ്യന് ഇങ്ങനെ 2 പോസിബിലിറ്റി ഉണ്ട്. മനുഷ്യന് കള്ളനാവാം, മനുഷ്യന് ദൈവദൂതനാവാം. അത് മനുഷ്യൻ്റെ ചോയ്സാണ്, മനുഷ്യൻ്റെ സന്ദർഭങ്ങളാണ് മനുഷ്യനെ അങ്ങനെ ആക്കുന്നത്. ഇപ്പോൾ പാവങ്ങൾ എന്ന നോവലിൻ്റെ വിവർത്തനം വന്നതിൻ്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ 1925 ആ നോവൽ വരുന്നത്. നാലപ്പാട്ട് നാരായണ മേനോനാണ് അത് വിവർത്തനം ചെയ്തത്. 1867 ഈ പുസ്തകം വരുന്നത്. ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്ന അതേ വിഷയമാണ് മലയാളിയുടെ ഭാവങ്ങളിലും വാസ്തവത്തിൽ കൈകാര്യം ചെയ്തത്. ഹ്യൂമൻ ഏജൻസിയാ. കള്ളനായ ഒരാൾ കള്ളനല്ല, അയാൾ ചില സന്ദർഭം കൊണ്ട് കള്ളനായി പോയതാണ്. അയാളെ നമുക്ക് മാറ്റാം. ജോർജ് മാത്തൻ അദ്ദേഹത്തിൻ്റെ ബാലാഭ്യസനം എന്ന് പറയുന്ന ആ കുട്ടികളെ ഏത് ഭാഷയിൽ പഠിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏത് കുട്ടിയെയും നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ മനുഷ്യനെ മാറ്റാം. ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ, അട്ടയെ പിടിച്ച് മറ്റേ കിടത്തിയാ കിടക്കുമോ എന്നൊക്കെ പറയുന്ന ഈ ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ തിട്ടൂരങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് മനുഷ്യനെ മാറ്റാം. മനുഷ്യന് ഏജൻസി ഉണ്ട്. അയാൾക്ക് നല്ലത് തിരഞ്ഞെടുത്താൽ നല്ല വഴിയിൽ അയാൾക്ക് ദൈവപുത്രനെ പോലെ അല്ലെങ്കിൽ ദൈവദൂതനെ പോലെ ആയിത്തീരാം. അല്ലാത്ത ആളുകൾ പാപികളായിത്തീരും എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് മലയാളിക്ക് ഒരു ഓപ്ഷൻ കിട്ടുന്നത്, നന്നാവാനൊരു ഓപ്ഷൻ. അതാണ് വാസ്തവത്തിൽ ഈ മിഷണറി പ്രവർത്തനത്തിലൂടെ സംഭവിച്ചത്. അതുകൊണ്ട് അതിനെ മതപരിവർത്തനം എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഇന്ന് കേൾക്കുന്ന അർത്ഥത്തിലൊന്നും അല്ല അതിനെ കാണേണ്ടത്. വാസ്തവത്തിൽ അത് മനുഷ്യനെ കണ്ടെത്തുന്ന ഒരു പ്രവൃത്തിയായിരുന്നു, ഹ്യൂമൻ ഏജൻസി കണ്ടെത്തുന്ന ഒരു പ്രവൃത്തിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ നാം ഈ വരാനിരിക്കുന്ന ഒരു ലോകത്തെ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വരാനിരിക്കുന്ന ഈ ലോകത്ത് വാസ്തവത്തിൽ നമുക്കൊരു പുതിയ മൊറാലിറ്റി ആവശ്യമുണ്ട് എന്നാണ് ഈ പുസ്തകത്തിലൂടെ ഗുണ്ടർട്ട് പറയാൻ ശ്രമിക്കുന്നത്. നമുക്കൊരു പുതിയ ധാർമ്മികത, ഒരു പുതിയ സദാചാര ബോധം വാസ്തവത്തിൽ ആവശ്യമാണ് എന്ന് ആധുനിക കേരളത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ഗുണ്ടർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നളനെയും ദമയന്തിയെയും താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, വാസ്തവത്തിൽ നളൻ അത്ര നല്ലൊരു മനുഷ്യനല്ല, എന്നാൽ ദമയന്തി അങ്ങനെയല്ല. അവള് നളനോടുള്ള ആ അദമ്യമായ പ്രണയത്തിൽ ഉറച്ചു നിൽക്കുന്നവളാണ്. അങ്ങനെ ഒരു പുതിയ സദാചാര ബോധം, ഒരു ധാർമ്മികത വാസ്തവത്തിൽ നളൻ്റെയും ദമയന്തിയുടെയും കഥയിലൂടെ മുന്നോട്ട് വെക്കാനാണ് ഗുണ്ടർട്ട് ശ്രമിക്കുന്നത്. പ്രണയം എന്ന് പറയുന്ന ഒരു മനുഷ്യഭാവത്തെ ഒരുപക്ഷെ അതിനു മുമ്പ് മലയാളത്തിൽ എവിടെയെങ്കിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ അർത്ഥത്തിലൊരു ഗവേഷണം ഞാൻ നിർവഹിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് അദ്ദേഹം നളനേക്കാൾ എത്രയോ മേലെയാണ് ദമയന്തി എന്നും, ഈ ദമയന്തിയുടെ കല്യാണത്തിന് സ്വർഗത്തുനിന്ന് ഇന്ദ്രനൊക്കെ കെട്ടിയൊരുങ്ങി പുറപ്പെട്ട് വരുന്നതിനെ പറ്റിയൊക്കെ അതിൽ വളരെ പരിഹാസത്തോടു കൂടി പറയുന്നുണ്ട്. ഇതൊക്കെ എന്ത് ദൈവമാണെന്ന് ചോദിക്കുന്നുണ്ട്. ആര്? ഗുണ്ടർട്ടല്ല. വാസ്തവത്തിൽ ഇന്ദ്രൻ്റെ പത്നി ഇന്ദ്രാണി തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണല്ലേ ഒരു പെണ്ണിൻ്റെ പേര് കേട്ടപ്പോഴേക്ക് ഇറങ്ങി പുറപ്പെടാൻ? അങ്ങനെ പെണ്ണെന്ന് കേട്ടാൽ ഹാലിളകുന്ന ആണ്. ഇന്ദുലേഖയ്ക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. 1889 ചന്തുമേനോൻ്റെ നോവലിലെ സൂര്യ നമ്പൂരിപ്പാട് ചോദിക്കുന്നുണ്ട്, കഥകളി ഭ്രാന്തുണ്ടോന്നാ ചോദിച്ചത്. പക്ഷേ ചോദിച്ചത് ഭ്രാന്തുണ്ടോ എന്നാ. എനിക്കൊരു വക ഭ്രാന്തുമില്ല എന്ന്. ഇന്ദുലേഖ എന്ന് കേട്ടപ്പോഴൊക്കെ എനിക്ക് അങ്ങോട്ട് പരവശായി എന്ന് സൂര്യ നമ്പൂരിപ്പാട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പരവശമാകുന്ന ആഢ്യത്വത്തിൻ്റെയും ബ്രാഹ്മണ്യത്തിൻ്റെയും ഒരു നാടായിരുന്നു കേരളം. അപ്പോഴാണ് 1867 ഈ ദമയന്തിയുടെ
പ്രണയത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് ഈ പുസ്തകത്തിനകത്ത് ഗുണ്ടർട്ട് പറയുന്നു. അതൊരു പുതിയ സദാചാരമാണ്, ഒരു പുതിയ മൂല്യബോധമാണ്. ആ മൂല്യബോധത്തിലേക്ക് മലയാളി പരിവർത്തിക്കേണ്ടതുണ്ട് എന്ന് 1867 അദ്ദേഹം എഴുതുകയാണ്. ആ അർത്ഥത്തിൽ വളരെ വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഈ മതദൂഷണ ഗ്രന്ഥങ്ങൾ എന്ന് പേരിട്ട് മാറ്റി നിർത്തിയ ഗുണ്ടർട്ടിൻ്റെ കൃതികളോട് വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിൽ ഈ അദ്ദേഹത്തിൻ്റെ, അതും കൂടി പറഞ്ഞ് നിർത്താം, അദ്ദേഹത്തിൻ്റെ ഈ പാഠത്തോടുള്ള സമീപനം നേരത്തെ പറഞ്ഞ പോലെ നളചരിതം എന്ന് പറയുന്ന ഒരു കാവ്യത്തെ അതിനൊരു കാവ്യമായിട്ടാണ് പരിശോധിക്കേണ്ടത്. ആ കാവ്യത്തെ ഈ ബൈബിളിൻ്റെ ഒരു വിചാര ലോകവുമായി ചേർത്ത് വെക്കുന്ന ഒരു ഹെർമന്യൂട്ടിക്കൽ പ്രാക്ടീസാണ് വാസ്തവത്തിൽ ഗുണ്ടർട്ട് നിർവഹിക്കുന്നത്. അത് നമ്മൾ സാധാരണ ഈ ഗഡാമറിൻ്റെ ഒക്കെ ഈ വ്യാഖ്യാന ശാസ്ത്രത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഈ ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺസ്, ചക്രവാളങ്ങളുടെ ഒരു ലയനമാണ്. അതായത് നളചരിതത്തിൻ്റെ ആ പാഠത്തിന് ചുറ്റുമുള്ള ഒരു ചക്രവാളത്തെ ബൈബിളിൻ്റെ ചക്രവാളവുമായി ചേർത്ത് എങ്ങനെയാണ് ഒരു ഫ്യൂഷൻ സാധ്യമാക്കുക എന്നാണ് വാസ്തവത്തിൽ അദ്ദേഹം ആലോചിക്കുന്നത്. അത് ഈ ഗഡാമറുടെ ഈ സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ബൈബിൾ വ്യാഖ്യാനങ്ങളാണ് ഈ ഹെർമന്യൂട്ടിക്സ് എന്ന് പറയുന്ന ഒരു ജ്ഞാനപദ്ധതിയെ തന്നെ സൃഷ്ടിച്ചത്. ആ ജ്ഞാനപദ്ധതിയുടെ വളരെ സൂക്ഷ്മമായ, ട്യൂബിംഗൻ സർവകലാശാലയിൽ അദ്ദേഹം പഠിച്ചു എന്നും അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആ ശിക്ഷണം തീർച്ചയായിട്ടും ഹെർമന്യൂട്ടിക്സ് എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖയെ അദ്ദേഹത്തിന് പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. ആ ഒരു വിജ്ഞാന ശാഖയുടെ നിന്ന് കിട്ടിയ വെളിച്ചം തന്നെയാണ് ഈ കൃതിയെ അദ്ദേഹം സമീപിക്കുന്നതിന് അദ്ദേഹത്തെ പ്രാപ്തമാക്കിയത് എന്നുകൂടി സൂചിപ്പിക്കാതെ നിവൃത്തിയില്ല. ഇതിൽ അവസാന വരിയും കൂടി പറഞ്ഞ് നിർത്താം. അത് നായരും ഈ ഗുരുവും തമ്മിൽ ആദ്യം ഈ ഗുരുവിനെ നായർ ധാരാളമായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ഈ ഗുരു പറയുന്നതിലൊക്കെ ചില കാര്യങ്ങളുണ്ടെന്ന് തോന്നി അദ്ദേഹം ഇങ്ങനെ പതിഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഈ പുസ്തകം തീരുമ്പോൾ നായർ ക്രിസ്ത്യാനിയായിട്ടുണ്ടാവും. പക്ഷേ അത് സംഭവിക്കുന്നില്ല. നായരുടെ അവസാനത്തെ വാചകം, ഗുരുക്കളെ ഞാൻ പോകുന്നു, സ്നേഹം ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ദൈവം എന്നോട് കരുണ ചെയ്യാവൂ, സലാം എന്നാണ്. അതാണ് ഇതിലെ അവസാനത്തെ വാചകം. അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ മതം സ്വീകരിച്ചു ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ദൈവം എന്നോട് കരുണ ചെയ്യട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് വളരെ പ്രധാനമാണ്. 1924 ആലുവ മണപ്പുറത്ത് സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത് ശ്രീനാരായണ ഗുരു. ആ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം വാദിക്കാനും തോൽപ്പിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് ഈ മതപരിവർത്തനത്തിൻ്റെ പേരിലും ഈ മതദൂഷണത്തിൻ്റെ പേരിലുമൊക്കെ പലപ്പോഴും നാം മാറ്റിവെച്ച ഈ ഗുണ്ടർട്ടിൻ്റെ കൃതി ഈ 1924 ആലുവ മണപ്പുറത്ത് നടന്ന സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യത്തെ നൂറ്റാണ്ട് മുമ്പ് തന്നെ സ്വാംശീകരിച്ചിരുന്നു എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തിയും, ഏറെ കാലത്തിന് ശേഷമാണ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനെ ഇവിടെ വെച്ച് കാണാനിടയായത്. ഞാൻ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് കുറച്ചു കാലം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഈ ഒരു പുരസ്കാര ലബ്ധിയിൽ ഉള്ള സന്തോഷവും ആനന്ദവും രേഖപ്പെടുത്തിക്കൊണ്ടും ഇനിയും ഇത്തരത്തിലുള്ള രചനകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.